അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, കുറച്ച് പേർക്കെങ്കിലും കഴിക്കാനൊരു പേടിയാണ് മൈദ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ മൈദ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് പഴം പൊരിക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. മൈദ ഒട്ടും ഇല്ലാണ്ട് തന്നെ അരി അരച്ചിട്ടാണ് നമ്മളിന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വാഴയില വാട്ടി പൊതിഞ്ഞ് വെച്ചത് അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാഴയില കയ്യിലുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അത് നമുക്ക് പ്രത്യേക ഒരു ഫീലോട് കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മൈദയിലല്ലാതെ അരി അരച്ചിട്ട് എങ്ങനെയാണ് പഴം പൊരിക്കുന്നത് നോക്കാൻ പോവാണ് കേട്ടോ. 2 സൈസിൽ അരി അരക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓരോ കപ്പ് വീതം അരി 4 മണിക്കൂർ കുതിർത്തതാണിത്. 2 ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു കപ്പ് അരി കുതിർത്തത്, ഇതിലൊരു കപ്പ് അരി കുതിർത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രിപ്പ് എങ്ങനെ അരക്കുന്നത് കാണിച്ചു തരാം. പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുതിർത്ത് നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. മസാല ദോശയുടെ ഒക്കെ മാവാണ് കേട്ടോ, മെഷർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇപ്പോൾ ദോശമാവ് മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ അരക്കുന്നത്. അഥവാ അരഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. അത് എത്രത്തോളം വേണ്ടി വന്നു എന്നുള്ളത് അരച്ചതിന് ശേഷം പറയാം. ദോശമാവ് ഒഴിച്ചതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ. അപ്പോഴും അരഞ്ഞില്ല. പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു. അപ്പോൾ മൊത്തം 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അരച്ചു. ഇപ്പോൾ ഈ മാവ് നല്ല പോലെ തിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട നമുക്ക്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ചുറ്റിച്ചൊഴിക്കാം കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഇത്തിരി ലൂസായിട്ടാണ് തോന്നുക. പക്ഷേ അതിന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്കിനി ഒരു കപ്പ് അരിയും കൂടെ വേറെ വെച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് അരക്കുന്നത് നോക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. ഒരു കപ്പ് അരിയിലേക്ക് ഒരു മുട്ട കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി അരഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും, അത് അരച്ചതിന് ശേഷം പറയാം കേട്ടോ. ഇതരയ്ക്കാൻ പിന്നെ ഞാൻ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. 1/4 കപ്പ് വെള്ളം ആ ഒരു എഗ്ഗും മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 മാവും നല്ല നൈസായിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ. ഇനി ഇതിലും നേരത്തെ ചെയ്ത പോലെ മിക്സിയിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഇത്തിരി ലൂസ് പോലെ തോന്നും. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 2 മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 1 കപ്പ് അരിയും 1/2 കപ്പ് ദോശമാവും കൂടെ ചേർത്ത് അരച്ചത്. ഇതിൽ 1 കപ്പ് അരിയും 1 മുട്ടയും കൂടെ ചേർത്ത് അരച്ചത്. ഇത് രണ്ടും ഇനി അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ ടേസ്റ്റ് കൂടും. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നീളനെയും കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. പഴത്തിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. മീഡിയം ലെവലിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ പൊരിക്കുന്ന 2 മെത്തേഡിലും എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ലെവലിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഗ്യാസ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പുറം ഇപ്പുറമൊക്കെ മൊരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളിതിൽ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല വീർത്ത് വരുന്നുണ്ട്. നമ്മുടെ ദോശമാവ് ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഇത് 2 സൈഡും നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്കിതൊരു ടിഷ്യൂലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം കേട്ടോ. ഓരോ തവണ മാറ്റുമ്പോഴും അത് ടിഷ്യൂവിൽ നിന്ന് വേറെ വേറെ മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ മുകളിൽ ഇടുമ്പോൾ എണ്ണ തങ്ങി നിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പായി പൊരിക്കൽ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു മാവ് അരച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തോ. ഇനിയിപ്പോൾ അഥവാ ഏലക്കപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മാവ് അരയ്ക്കുന്ന സമയത്ത് ഒരു 2-3 ഏലക്ക എടുത്തിട്ട് അതിൽ കൂടെ അരച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ നൈസായി കിട്ടിക്കോളൂ കേട്ടോ. അരിയും മുട്ടയും കൂടെ അരച്ചതും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൽ ഇത്രയും മാവ് ബാക്കിയുണ്ട്. ഇത് കളയൊന്നും വേണ്ട. ഇതിൽ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ടിട്ട് വെറുതെ മക്കൾക്ക് ഓരോ ടീസ്പൂൺ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴം പൊരിക്കലെല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. മാവരക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ വീതം ഏലക്കപ്പൊടി ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ പഴം ഒട്ടും മധുരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ഇട്ടത്. നമ്മൾ പണ്ടൊക്കെ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന പഴംപൊരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സോഡാപ്പൊടി ഇടാത്തതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ടേസ്റ്റ്. സോഡാപ്പൊടി ഇടുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പഴംപൊരിക്കൊന്നും വലിയ ടേസ്റ്റ് ഇല്ല.
കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ പഴം പൊരിച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുമോ, ഹാർഡാവോ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ പഴം പൊരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. പിന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതിനൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. കയ്യിലുള്ളവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.